ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലേഹമ്മയും കൂടെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ബി പാർക്കിലോട്ടൊന്ന് പോവാണേ. അപ്പം വീഡിയോ ആണെന്നുള്ളത് അമ്മ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഫോട്ടോയാണെന്ന് പറഞ്ഞ് കയറി നിന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ അങ്ങ് മാറി. അപ്പം ഞങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങിയപ്പോഴേ ഏട്ടൻ ചോദിച്ചു രമേശിൻ്റെ കടയിൽ നിന്നാണോ വാങ്ങിച്ചതെന്ന്. ഞാൻ പറഞ്ഞു ആണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് ശ്രീമോനും കാശി അവർക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് ഇടിയിച്ചേക്കുന്നത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നിങ്ങൾ 4 പേരും ഒരുമിച്ച് പൊക്കോണം, ഞാൻ വേറെ നടന്നോളാം, നിങ്ങളുടെ യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ ഞാൻ വരത്തില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇറങ്ങുവാണ്. അപ്പം കാശി ഒത്തിരി നാളായി സ്കേറ്റിംഗ് ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടാണ് ഇന്ന് പോകുന്നത്. ഹെൽമെറ്റൊക്കെ ഇവിടുന്നേ വെച്ചുകൊണ്ടാണ് പോകുന്നത്. കാറിലിരിക്കുന്നവനും ഹെൽമെറ്റ് വെച്ചാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. ശ്രീമോ ഫ്രണ്ടിൽ കയറിയിട്ടുണ്ട്. ഞാൻ കയറി കഴിയുമ്പോൾ എൻ്റെ മടിയിലോട്ടിങ്ങ് വരും കേട്ടോ. വലിയ ആൾ ചമഞ്ഞ് നിൽക്കുവാണ്, ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുവാണ്. പാട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻസും കളിച്ചുകൊണ്ട് നിൽക്കുവാണ് എൻ്റെ അതിലെ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത്. എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കും, എന്നിട്ട് അങ്ങോട്ടൊന്ന് കാണിക്കും. അങ്ങനെ എന്തായാലും ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണേ. ലെഹമ വന്നു കഴിഞ്ഞ് ലെഹമയും കൊണ്ട് അധികം അങ്ങോട്ടും പോയില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാത്രി നമ്മൾ ഇറങ്ങിയ ഞായറാഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞായറാഴ്ച രാത്രിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് കാവൽപ്പുര ബ്രിഡ്ജ് വന്നതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്ലാതെ വേറെ വഴിയൊന്നും പോകത്തില്ല, ഗേറ്റ് അട ഉള്ളതുകൊണ്ട്. ഇതാകുമ്പോൾ ഒന്ന് ഇച്ചിരി കറങ്ങിയാൽ നമുക്ക് ഗേറ്റ് അട കിടക്കേണ്ടി വരത്തില്ലല്ലോ. രാത്രി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് 3-4 ട്രെയിനൊക്കെ പോകാൻ കാണും. അതുകൊണ്ട് പിന്നെ നമ്മൾ നേരത്തെ അങ്ങ് പോവുകയും ചെയ്യും, ഇതുവഴി അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ശ്രീമോൻ്റെ ഡാൻസ് തീർന്നിട്ടില്ല. ശ്രീമോൻ ഓരോ പാട്ടിനും ഓരോ സ്റ്റെപ്പ് ഇട്ടേക്കുവാണ്. ഏത് പാട്ടാണെങ്കിലും നമുക്ക് സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാവൽപ്പുര ആവുന്നതേ ഉള്ളൂ. നല്ല രസമാണ് കേട്ടോ. ഇപ്പം പെയിൻ്റ് എല്ലാം നല്ലതായിട്ട് അടിച്ച് ലൈറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ബ്രിഡ്ജിൽ കയറി പോകുമ്പോഴും അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ ഇവിടെ ബിവറേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. എപ്പോൾ വന്നാലും സൂക്ഷിച്ചു പോയില്ലെങ്കിൽ വണ്ടി തട്ടുകയും ചെയ്യും. അവർ ഇത്രയും റെഡിയാക്കിയാൽ കയറുന്ന ഭാഗം മാത്രം എല്ലാം മിറ്റിലിട്ടേക്കുവാണ്. അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മൾ പാലം കയറി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ ഏതോ അമ്പലങ്ങളിലെയൊക്കെ തിരുവാഭരണ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഏത് അമ്പലത്തിലാണെന്ന് നമുക്ക് അറിയത്തില്ല. ഓരോ കരക്കാരുടെ ഓരോരോ ഫ്ലോട്ടുകളും ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കിയതും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോകുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പള്ളിമുക്കിൽ. അപ്പോൾ ഏട്ടൻ പറയുകയും ചെയ്തു നമുക്ക് തുമ്പറയിൽ കൂടെ പോയിട്ട് ആ ബ്രിഡ്ജ് കയറി അങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു, ഇതുവഴി വരണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ ആനയൊക്കെ കണ്ടായിരുന്നു. അപ്പം ശ്രീമോനും കാശിക്കൊക്കെ പിന്നെ എവിടെ പോയാലും ആനയെ കണ്ടു കഴിഞ്ഞാൽ പ്രാന്താണല്ലോ. അതിനെ കുറച്ച് സമയം കണ്ടുകൊണ്ട് നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വി പാർക്കിലോട്ടിങ്ങ് വന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ യു ടേൺ അടിച്ച് വന്ന് അവിടെ ഗ്രൗണ്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തത്. ഇവിടെ എല്ലാം ബൈക്ക് വെച്ചേക്കുവാണ്. നോ പാർക്കിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയില്ലെന്ന് അറിയാൻ വയ്യ. പക്ഷേ അവിടെ എല്ലാം വണ്ടിയായിരുന്നു. നമ്മളങ്ങനെ ഇവിടെയാണ് കൊണ്ട് വണ്ടി ഇട്ടത്. എന്നിട്ട് അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് അങ്ങ് പോകും. ഇങ്ങോട്ട് വരാൻ നേരം എളുപ്പമാണ്, നമുക്ക് നേരെ അങ്ങ് പോയാൽ മതി. പക്ഷേ ഈ ക്രോസ് ചെയ്യുന്നതാണ് പാട്, നല്ല തിരക്കും കൂടെ ആയതുകൊണ്ടേ. പിന്നെ എന്തായാലും നോക്കിയും കണ്ടുമൊക്കെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് കാശിക്ക് ആൾക്കാർ കൂടുതലുണ്ടോയെന്നാണ് അറിയുക. ഭയങ്കര നാണമാണ് കേട്ടോ സ്കേറ്റിംഗ് ബോർഡ് ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും കാണിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് പോവാണ്. 2-3 പേരുണ്ടായിരുന്നു. സ്കേറ്റിംഗ് ബോർഡല്ല, സ്കേറ്റിംഗ് ഷൂ ഉണ്ടായിരുന്നു, സ്കേറ്റിംഗ് സൈക്കിൾ ഉണ്ടായിരുന്നു. ബോർഡ് ഇപ്പം മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു കേട്ടോ അവിടെ. അങ്ങനെ പിള്ളേരില്ലാത്ത പിള്ളേരൊക്കെ നോക്കിയിരിക്കുമല്ലോ. ഇതുപോലെ കാശിയും 2-3-4 ആഴ്ചകളിൽ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നമുക്കിത് വാങ്ങിച്ചു കൊടുക്കണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ഇവനിത് ചെയ്യുമോ, വാങ്ങിച്ചു കൊടുത്താൽ വെറുതെ ആവുമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അവിടെ സ്കേറ്റ് ചെയ്യുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിച്ച് അവൻ ഓടിച്ചപ്പോൾ നമുക്ക് സന്തോഷമായി, അവൻ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ വർഷമാണ് ഏട്ടൻ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് ദിവസമൊക്കെ നമ്മൾ അടുപ്പിച്ച് വരുമായിരുന്നു. അതിനുശേഷം പിന്നെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാൻ പറ്റാതെ വന്നു. പക്ഷേ ഇനിയിപ്പം വെക്കേഷൻ ആണല്ലോ, ഇനിയിപ്പം നമുക്ക് ഡെയിലിയോ അല്ലെന്നുണ്ടെങ്കിൽ ആഴ്ച 1-2 വട്ടമൊക്കെ കൊണ്ടുവന്ന് ഓടിപ്പിക്കാം കേട്ടോ. അവനത് ചെയ്യും, അവനത് ഇഷ്ടമാണ്. പിന്നെ ആൾക്കാർ കൂടുമ്പോൾ അവനൊരു മടിയാണ് കേട്ടോ, തട്ടുവോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് എന്നെ ഇടിക്കുമോ അല്ലെങ്കിൽ ഇവൻ അങ്ങോട്ട് ചെന്ന് ഇടിക്കുമോ എന്നൊക്കെയുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഇവനെ ഏകദേശം എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അച്ചുവിൻ്റെ ഏട്ടൻ്റെ ഒക്കെ ഫ്രണ്ട്സാണ്, യൂട്യൂബറാണ്. അപ്പോൾ നമ്മളായിട്ട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അമ്മയെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മയോട് കാര്യം പറഞ്ഞു, അമ്മയാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. അച്ചുവിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ കല്യാണമാണ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ടില്ല. പിന്നെ അവരങ്ങോട്ടങ്ങ് പോയി. നമ്മൾ പിന്നെ കുറച്ച് സമയം കൂടെ അപ്പുറത്ത് ടോയ്സൊക്കെ ഉള്ള ഭാഗത്തോട്ടൊക്കെ പോയി കുറച്ച് സമയം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീമോൻ ഇവൻ ഈ പോകുന്നത് കൊണ്ട് തന്നെ ഇവനെ അങ്ങ് ഇറക്കി വിടണം. ഇത്രയും സമയമാണെന്നുണ്ടെങ്കിൽ ഇറക്കി വിടാതെ കൈ തന്നെ വെച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ ഒരു ദേഷ്യമാണ്. കാശ് കിടന്ന് ഓടുന്ന കണ്ടിട്ടൊന്നും സഹിക്കുന്നില്ലായിരുന്നു അവന്. അങ്ങനെ പിന്നെ അവനെയും കൂടെ ഇറക്കി വിട്ടപ്പോഴത്തേക്ക് പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ കയറുന്നില്ല, അവൻ്റെ കയ്യെ പിടിച്ചിട്ട് അവൻ വരുന്നില്ല, ഒരു തരത്തിൽ അവൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് കാശിക്ക് മതിയായില്ല, കുറേ നാളായല്ലോ നമ്മൾ സ്കേറ്റിംഗ്
സ്കേറ്റിംഗ് ബോർഡ് ഓടിക്കാൻ വന്നിട്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ സമയം കൂടെ അവിടെ നിന്ന് സ്കേറ്റിംഗ് ബോർഡൊക്കെ അവനെയും കൊണ്ട് ഓടിച്ച് അതിന് ശേഷമാണ് നമ്മൾ അപ്പുറത്തോട്ടൊക്കെ പോയത്. വെള്ളം പോലും കുടിച്ചില്ല കേട്ടോ അവിടെ വന്നിട്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും പറഞ്ഞു ഇപ്പോൾ ഒന്നും കഴിക്കേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴേ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ കയറിയിട്ടും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീമോനാണെങ്കിൽ ചെസ്സ് കളിക്കുന്നവരുടെ ഇടയ്ക്ക് പോകുന്നു, അവർ മാറ്റി വെച്ചേക്കുന്ന ഔട്ടായ കോയിൻസ് എല്ലാം അതേ പിടിക്കാൻ പോകുന്നു. ആകെ മൊത്തത്തിൽ അവിടെ വിഷയമായിരുന്നു. ഇവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുന്നവർ നോക്കുവേ ഇനി എന്തെങ്കിലും എടുത്ത് മാറ്റുമോ അല്ലെങ്കിൽ തട്ടി താഴെ ഇടുമോ എന്നൊക്കെ അവർ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നേ. അപ്പം ഞാൻ വോയിസ് ഇടുന്നപ്പോൾ ശ്രീമോൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവനാണെങ്കിൽ ബഹളം വെക്കുകയോ ഓരോന്നൊക്കെ പാട്ടിടുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ കുറച്ച് നേരം ആ ഗ്രൗണ്ട് പോലത്തെ ആ ഭാഗത്തൊക്കെ പോയി നിന്ന് ഓടിക്കളിച്ചു. ഇപ്പം കഴിഞ്ഞൊരു ദിവസം നമ്മളിവിടെ വന്നതുകൊണ്ട് ശ്രീമോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ കിടന്ന് ഓടാൻ. അങ്ങനെ പിന്നെ നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫോട്ടോസ് മാത്രമായിട്ട് ഞാനൊരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടി പോവുകയാണേ. അപ്പം ഇത്രയും സമയമായി, അതുകൊണ്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞു. കാശിക്കാണെങ്കിൽ അവിടെ പാർക്കിലും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു രാത്രിയല്ലേ, അവിടെ ഒന്നും ഒന്നുമില്ല, അത് മാത്രമല്ല ഇച്ചിരി വെട്ടം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവിടെ നമുക്ക് കയറി പിള്ളേരെ ഒന്ന് കളിപ്പിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ വലിയ വെട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പകലൊരു സമയത്ത് വരാം, അത് 3 മണിക്ക് ഓപ്പൺ ആകത്തുള്ളൂ, അപ്പോൾ ആ സമയത്ത് എപ്പോഴേലും നമുക്ക് വന്ന് കളിക്കാടാന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്ത്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോരാൻ നേരം ഇത് ഫോട്ടോഗ്രാഫിൻ്റെ എന്തോ ഒരു ഇതാണ് കേട്ടോ, ഒരു ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ അവരെടുത്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തുവാണെന്നറിയാൻ വേണ്ടി അവിടെ കുറച്ച് സമയം നിൽക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നേ. 6 ഫോട്ടോ ഉണ്ട്, 2 സ്ലിപ്പിലായിട്ടാണ് തരുന്നത്. കൊച്ചു ഫോട്ടോസാണ്. പിന്നെ ഒരു രസം, നമ്മുടെ ഫാമിലി ഫോട്ടോ ആയിട്ട് കാണാനൊരു ഭംഗി. നമ്മൾ പിന്നെ ഫോളോ ചെയ്താൽ മാത്രം മതി, പെയ്ഡൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളും ചുമ്മാ നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ അറിയുന്നില്ല ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ടെന്നുള്ള കാര്യം. അമ്മ ഓർത്ത് പൈസ കൊടുത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമായിരിക്കുമെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ 5 പേരും കൂടെ കയറി നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഫോട്ടോ കാണിച്ചപ്പോൾ അമ്മ പറയാം, അയ്യോ ഇതൊരു കൊച്ചു ഫോട്ടോ ആണല്ലോ, ഇത് എത്ര രൂപ ഇതിന് വാങ്ങിച്ചെന്നൊക്കെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു, അത് നമ്മൾ ആ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്താൽ മതി, അപ്പോൾ നമുക്കൊരു ഫോട്ടോ അവരെടുത്ത് തരുമെന്നുള്ളതേ ഉള്ളൂ പറഞ്ഞു. ഇതായിരുന്നു കേട്ടോ ഫോട്ടോ. 6 ഫോട്ടോ ഉണ്ടായിരുന്നു. 6 എണ്ണം ഈ 2 സ്ലിപ്പിലായിട്ടാണ് ചെയ്ത് തരുന്നത്. പക്ഷേ നമ്മൾ പേഴ്സിലൊക്കെ വെക്കാൻ നല്ലതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പതുക്കെ അവിടെ നമ്മൾ മന്ദം നടന്ന് പോവുകയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഉത്സവമാണ്, ഓടിച്ചാടി വരും. തിരിച്ച് പോകുമ്പോഴത്തേക്ക് ശ്രീമോനും പോകണമെന്നില്ല, കാശിക്കും പോകണമെന്നില്ല, അങ്ങനെ കരഞ്ഞു വിളിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ട് നമ്മളാണെങ്കിൽ പോവുകയാണ്. അപ്പം പോകുന്ന വഴി ഞങ്ങൾ പറയുന്നുണ്ട് ഒരു ഷേക്കെങ്കിലും വാങ്ങിച്ച് താ എന്ന് പറയുന്നുണ്ട്. ഏട്ടൻ്റെ കൂടെ എങ്ങോട്ടേലും ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഏട്ടന് നമ്മൾ പറഞ്ഞ് സഖി കെടുമ്പോഴാണ് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിരുന്ന് എന്തുമായാലും ഷേക്ക് കുടിക്കാനല്ല, ഇവിടെ എന്തോ ആത്മാവേ പോകുമെന്നും പറഞ്ഞ് എന്തോ ഒരു കുന്തം ഉണ്ടായിരുന്നേ, ഒരു സോഡയുടെ ആയിരുന്നു. അപ്പോൾ അത് കുടിക്കണമെന്നും പറഞ്ഞാണ് നമ്മൾ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നിർത്തിയാൽ ഇപ്പോഴേ ഒന്നും പോകാൻ പറ്റത്തില്ല, ബ്ലോക്കും ആവും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കരിക്ക് ഷേക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവിടെയും വണ്ടി നിർത്താൻ പറ്റത്തില്ല, അവിടെയും ബ്ലോക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നറുതണ്ടി സോഡ കുടിക്കാൻ തന്നെ വന്നു കേട്ടോ. സോഡയല്ല, അത് നമ്മൾ സർബത്ത് അല്ലാതെ വെള്ളം ഒഴിച്ചിട്ടുള്ളതാണ് കുടിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് കാശി പറഞ്ഞു നറുതണ്ടി, എനിക്ക് അതെങ്കിലും വാങ്ങിച്ചതാണെന്നും പറഞ്ഞ് എന്തായാലും വണ്ടി നിർത്തി. അങ്ങനെ ഞങ്ങൾ ആകെ 2 എണ്ണേ വാങ്ങിച്ചുള്ളൂ. ഞാനും അമ്മയും കാശി എല്ലാവരും കൂടെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ടിങ്ങ് പോരുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ടാറ്റാ, ബൈ ബൈ, സീ യു.